ഇപ്പം ഞങ്ങൾ എരുമപ്പെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഒരു ഫോറസ്റ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒലിച്ചി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ഒലിച്ചി വാട്ടർഫാൾസ് റോഹിത്തിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ്, ചെറിയൊരു വാട്ടർഫാൾസ് തന്നെയാണ്. ബോസ് നേരെ പോയി കഴിഞ്ഞാൽ ആവും. നല്ലൊരു ഫോറസ്റ്റാണ്. ഇപ്പോൾ ഞങ്ങൾ ഒലിച്ചി വെള്ളച്ചാട്ടത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. വരവൂരാണ് സ്ഥലം. കാട്ടിക്കൂടെയാണ് വരുന്നത്. റോഹിത്തുണ്ട് കൂടെ. ഞങ്ങൾ ഈ ഇവിടെ പെട്ടുപോയി ശരിക്കും പറയാനുണ്ട്. പിള്ളേരൊക്കെ വഴിയേറ്റി നിൽക്കുകയാണ്. ഒരു സ്ഥലം വരവൂരാണ്. വരവൂർ കുണ്ടന്നൂർ ഭാഗത്താണ് ഈ ഒലിച്ചി വാട്ടർഫാൾസ് ഉള്ളത്. കാടിൻ്റെ ഉള്ളിൽ യാത്രയാണ്. കുറച്ച് ചിറ്റിലൊക്കെ ഉണ്ട്. റബ്ബർ തോട്ടത്തിൻ്റെ അതിൽ കൂടെ വന്നാൽ മതി, കറക്റ്റായിട്ട് അവിടെ എത്തും. കാട്ടിൽ കൂടെ കുറച്ച് നടക്കാനുണ്ട്. കുറച്ച് അഡ്വഞ്ചർ തന്നെയാണ്. വെള്ളത്തിൻ്റെ ശബ്ദമെല്ലാം കേൾക്കാം. 2-3 വഴികളൊക്കെ ഉണ്ട് ഇവിടേക്ക് വരാനൊക്കെ. ഡിഫറെൻ്റാണ്. മൊത്തത്തിൽ രസമുണ്ട്. കാടിൻ്റെ ഉള്ളിൽ കൂടെ അഡ്വഞ്ചർ ട്രിപ്പ്. വെള്ളച്ചാട്ടം അവിടെയാണ് വരുന്നത്. അടിപൊളിയാണ്. ഇവിടെ അങ്ങനെ വഴിയുണ്ട്. ഇവിടെ നടന്നു പോയി നോക്കാം. കുറേ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ഞങ്ങൾ വന്നിട്ടുള്ളത്. കാടിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലാണ് വെള്ളച്ചാട്ടമുള്ളത്. ലോക്കാൻ തോന്നുന്നു. വഴിയുണ്ട്. അടിപൊളി. റോഹിത്തിനങ്ങോട്ട് വിട്ടുണ്ട്. വാട്ടർഫാൾസ് നമ്മൾ എത്തി. നമ്മളിപ്പോൾ മലയുടെ ഏറ്റവും ടോപ്പ് കയറി. അപ്പം അധികം വെള്ളമൊന്നുമില്ല, കുഴപ്പമില്ല, അടിപൊളിയാണ്. ഓരോ സെക്ഷനിലായിട്ട് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. നല്ല വഴുക്കലാണ് ഇവിടെ. അപ്പോൾ മേലെ നമ്മൾ പോന്നു. ഇനി അടിഭാഗത്ത് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. കാടിൻ്റെ ഉള്ളിൽ യാത്ര. കുറേ പേര് അടിയിൽ നിന്നും കയറി വരുന്നുണ്ട്, കുറേ പേര് മേലെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമ്മൾ മേലെ നിന്ന് ഇറങ്ങി വന്നു. ഇനി അടിയിലേക്ക് പോവാം. നമ്മൾ അടിയിലേക്ക് ഇറങ്ങി. വേറൊരു വഴിയുണ്ട്. ഫുള്ളും മുളയുടെ മുള്ളൊക്കെയാണ്. കൈയൊക്കെ നല്ല സ്ക്രാച്ചായി. ഇത് ചെറിയൊരു ഭാഗമാണ്. ഇപ്പോൾ ആ വെള്ളം ഒഴുകി വരുന്ന ഭാഗങ്ങൾ. ഇത് സൂപ്പർ തന്നെയാണ്. ഇതിൻ്റെ അടിഭാഗം കവർ ചെയ്യാം. സൂപ്പർ ഏരിയ കേട്ടോ. നമ്മൾ എരുമപ്പെട്ടി പഞ്ചായത്തിലാണ് ഈ സ്ഥലമൊക്കെ ഉള്ളത്. അറിയപ്പെട്ടിട്ടില്ല അധികം. പല ഭാഗത്തേക്കും പല വഴികളാണ്. വെള്ളം അങ്ങനെ പോകുന്നുണ്ട്. എന്താല്ലേ കാട്. ഇവിടെ എന്തൊക്കെയുള്ളത്?
വെള്ളം പോണ വഴിയുണ്ടോ? ഏതൊക്കെയോ ഒരു പുഴയ്ക്ക് കണക്റ്റിംഗ് ആണ്. അപ്പം അങ്ങോട്ട് പോകണ്ട, ഇത് പോരെ. ഇവിടെ അങ്ങനെ പല വഴിക്കും പല വഴികളാണ്. അപ്പോൾ ഒരു ടച്ച് കിട്ടുന്നില്ല എങ്ങോട്ട് പോകേണ്ടതെന്ന്. ഇങ്ങനെ ഒരു വഴിയുണ്ട്, പോയേക്കാം. അപ്പോൾ ഈ മല പല ഭാഗത്തുനിന്ന് പല വ്യൂ കിട്ടും. ഇത് വേറൊരു വഴി കാണുന്നുണ്ട്. ഇതിലാണ് നേരത്തെ കുറച്ച് പിള്ളേർ കയറി വന്നിട്ടുണ്ടായിരുന്നു. ആ വഴിയാണ്. മേലക്കൂടെ അഡ്വഞ്ചറന്നെയാണ്. ഇവിടെ ടെൻറ്റ് കാണുന്നുണ്ട്. നൈറ്റ് താമസിക്കാനാന്ന് തോന്നുന്നു. സംഭവം സെറ്റാണ്, അടിപൊളിയാണ്. ഇവിടെ ക്യാൻറ്റീൻ, ചായയും കടിയൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ വണ്ടി അവിടെ വെച്ചുള്ളത് 20 റുപ്യാണ് വണ്ടിക്ക് പാർക്കിങ്ങിൻ്റെ ഫീസ് ഈടാക്കണം. കുഴപ്പമില്ല, നല്ല സ്ഥലം തന്നെയാണ്. വഴിയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ജനസാധാരണ മേഖല, ഹോം സ്റ്റേ.